ക്രിസ്തുമതത്തിൽ പാമ്പുകൾ പൊതുവെ തിന്മയുടെ പ്രതീകങ്ങളായാണ് ചിത്രീകരിക്കുന്നത്. ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവ്വയെയും വഞ്ചിച്ചവൻ, ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ തുടങ്ങി പാമ്പിനെ തിന്മയുടെ രൂപത്തിൽ ചിത്രീകരിക്കുന്നു. സർപ്പത്തിന്റെ തല തകർക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളും രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന പാമ്പിന്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? ഗ്രീക്കിലെ കെഫലോണിയയിലാണ് ഈ അത്ഭുത കാഴ്ച. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആ ഗ്രാമത്തിലെ കന്യാസ്ത്രീകളെ കടൽ കൊള്ളക്കാർ ആക്രമിക്കാൻ വന്നു. അപ്പോൾ സഹായത്തിനായി ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ പള്ളിയിൽ പാമ്പുകൾ നിറഞ്ഞു. കടൽ കൊള്ളക്കാർ കോൺവെന്റിൽ പ്രവേശിച്ചപ്പോൾ പാമ്പുകളെ കണ്ട് പരിഭ്രാന്തരായി. അവർ കണ്ട പാമ്പുകളുടെ തലയിലും നാവിലും ചെറിയ കുരിശുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട കൊള്ളക്കാർ പേടിച്ച് ഓടിപ്പോയി. അതിനുശേഷം എല്ലാ വർഷവും മാർക്കോപ്പലയിലെ ചാപ്പലിൽ ചുറ്റും വിഷമുള്ള പാമ്പുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ഈ പാമ്പുകൾ വരുന്നത്. തുടർന്ന് 15-ാം തീയതി ഇവ പ്രത്യക്ഷമാകും. ഈ അത്ഭുത കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. പാമ്പുകൾ ഉപദ്രവിക്കാത്തത് കൊണ്ട് തന്നെ പാമ്പുകളെ കൈകളിൽ എടുക്കുകയും കയ്യിൽ ചുറ്റുകയും ചെയ്യാറുണ്ട്. ഒരിക്കൽ ശിക്ഷയ്ക്ക് കാരണമായ പാമ്പുകൾ ഇവിടെ രക്ഷയ്ക്കും കാരണമായിരിക്കുകയാണ് എന്നതാണ് ഇതിൽ മറ്റൊരു അത്ഭുതം. പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ ഗ്രീക്കിലെ ഗ്രാമവാസികൾക്ക് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഈ പാമ്പുകൾ വഴിയാണ്.